മേഡം ഒന്നാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, നാളെ വിഷുവാണെന്ന് പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അംബേദ്കർ ജയന്തിയാണ്. ഭാരതത്തിന്റെ ഭരണഘടനാ ശില്പി, ജാതിക്കെതിരെ കൃത്യമായി പോരാടിയ ഒരു നേതാവ് കൂടിയാണ് അംബേദ്കർ എന്ന് പറയുന്നത്. ആ ദിവസം നമുക്കൊപ്പം ഒരു അതിഥി വരുന്നുണ്ട്, കുരുക്ഷേത്ര MD കാഭ സുരേന്ദ്രൻ. ശ്രീ കാഭ സുരേന്ദ്രൻ, സ്വാഗതം പുത്തൻ പുലരിയിലേക്ക്. ഏറെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന്. അംബേദ്കറിനെ എങ്ങനെ ഓർത്തെടുക്കുന്നു അങ്ങ്? അംബേദ്കർ ഉണ്ടായിരുന്നുവെങ്കിൽ എന്നൊരു പ്രാധാന്യം ഈ കാലത്ത് എന്താ? അംബേദ്കർ ഇന്നുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം പണ്ട് ചെയ്ത ഒരു പ്രവൃത്തിയെക്കുറിച്ച് എല്ലാവരും വാചാലരാവാറുണ്ട്, മനുസ്മൃതി കത്തിച്ചു എന്നുള്ളത്. അംബേദ്കർ ഇന്നാണ് ജീവിച്ചിരുന്നതെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ കത്തിക്കുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചും ആശയങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുന്നവരൊക്കെ പലപ്പോഴും പറയാറുള്ളത് ഈ പരസ്പര വിരുദ്ധമായി ഒരു ആശയം അവതരിപ്പിക്കാൻ കഴിയും. കാരണം അത്ര വിപുലമായ പഠനങ്ങളും ഗവേഷണങ്ങളും രചനകളും നടത്തിയിട്ടുള്ള ഒരാളാണ് അംബേദ്കർ. പക്ഷേ അദ്ദേഹത്തിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളെയും നിരീക്ഷിച്ചാൽ മനസ്സിലാവുന്ന ചില കാര്യം, അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾക്ക് അദ്ദേഹം വ്യക്തമായ ഉത്തരം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ഉത്തരങ്ങളെക്കുറിച്ച് നമ്മുടെ രാജ്യം വേണ്ട പോലെ ചർച്ച ചെയ്തിട്ടില്ല. അംബേദ്കറെ അടിസ്ഥാനപ്പെടുത്തി ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞ ആ പ്രമുഖമായ വിഷയങ്ങളെക്കുറിച്ചുള്ള ഉത്തരങ്ങൾ കൂടി ചർച്ച ചെയ്യേണ്ടതായിരുന്നു. ഇപ്പോൾ അതിലൊന്നാണ്, ഇപ്പോഴും എത്രയോ ശാസ്ത്രജ്ഞന്മാരും ഗവേഷകന്മാരും ആഗോളതലത്തിൽ തിരസ്കരിച്ച ഒന്നാണ് ആര്യൻ ഇൻവേഷൻ തിയറി. ആ ഒരു വിഷയത്തെക്കുറിച്ച് ഏറ്റവും നന്നായിട്ട് പഠനം നടത്തിയിട്ടുള്ള ഒരാൾ അംബേദ്കറാണ്. അദ്ദേഹം പറഞ്ഞത് ഇത്രയും അബദ്ധജടിലമായ ഒരു ആശയം, ഒരു കണ്ടെത്തൽ, ഒരു തിയറി സാമാന്യ നിലയ്ക്ക് പാശ്ചാത്യരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു. കാരണം അവരൊരു പൊതുവെ ഒരു ഗവേഷണ ബുദ്ധി കാണിക്കുന്നവരും ഒരു കള്ളത്തരം എഴുതുകയാണെങ്കിലും അതിന് ചില അടിസ്ഥാന ഫ്രെയിം വർക്കൊക്കെ അവർ ചെയ്തിട്ടാണ് ചെയ്യാറുള്ളത്. പക്ഷേ അത് ചെയ്തിട്ടില്ല. അതിൻ്റെ ഒരു കൺക്ലൂഷനായിട്ട് അദ്ദേഹം പറയുന്നത് ശുദ്ധ അസംബന്ധവും ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയേണ്ടതുമാണ് ഈ ആര്യൻ ഇൻവേഷൻ തിയറി എന്നാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചകളോ പുനർവിചിന്തനങ്ങളോ നടന്നിട്ടില്ല തുടർന്ന്. കാരണം അത് ചർച്ച നടന്നാൽ ഇന്നുള്ള അംബേദ്കറിസ്റ്റുകൾ എന്ന് പറയുന്നവർക്കും ഈ ജാതി സ്പർദ്ധ, സമുദായ വിഭജനം സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പോൾ അത്തരം ഒരു വലിയ ഉത്തരവ് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. വിശദമായ ചർച്ച വേറെ വേണ്ടതാണ്. അതുപോലെ തന്നെയാണ് അദ്ദേഹം നമ്മുടെ ഭാരതത്തിൽ, കേരളത്തിലൊക്കെ വിശേഷിച്ചു ഏറ്റവും കൂടുതൽ അംബേദ്കറെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പറയാറുള്ള ഒരു കാര്യം, ബുദ്ധമതത്തെ നശിപ്പിച്ചു ഭാരതത്തിൽ, അത് ബ്രാഹ്മണർ നശിപ്പിച്ചു എന്നുള്ള ഒരു നരേറ്റീവ് എത്രയോ കാലമായി അംബേദ്കറുടെ കാലശേഷം പ്രത്യേകിച്ചും നടക്കുന്നു. അതിനെക്കുറിച്ചും അദ്ദേഹം വളരെ വിശദമായ ഗവേഷണങ്ങളും പഠനങ്ങളും നടത്തിയിട്ടുണ്ട്. ബുദ്ധമതത്തിൻ്റെ അപചയവും നാശവും എന്ന് പറയുന്നൊരു വലിയ പ്രബന്ധം തന്നെ അദ്ദേഹം തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് കൃത്യമായ അദ്ദേഹത്തിൻ്റെ കൊട്ടേഷൻ തന്നെയുണ്ട് അനേകം. അതിൽ ഒന്നുപോലും ഞാനിവിടെ സമയക്കുറവ് കൊണ്ട് വിശദീകരിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം അത് പറഞ്ഞത് ബുദ്ധമതം ഭാരതത്തിൽ നശിപ്പിച്ചത് പൂർണ്ണമായും ഇസ്ലാമിക ആക്രമണകാരികളാണ് ബുദ്ധമതത്തെ നശിപ്പിച്ചത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ബുദ്ധമതത്തിൻ്റെ വാളുകൊണ്ടല്ലാതെ അല്ല ഇസ്ലാം മതത്തിൻ്റെ വാളുകൊണ്ടല്ലാതെ അല്ല ബുദ്ധമതം നശിപ്പിച്ചത്, ബ്രാഹ്മണരല്ല എന്ന് അദ്ദേഹം എടുത്തെടുത്ത് പറയുന്നുണ്ട്. എന്നു മാത്രമല്ല, അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു, ഭാരതത്തിൽ ഒരേ സമയം ബുദ്ധമതത്തെയും ബ്രാഹ്മണ മതത്തെയുമാണ് ഇസ്ലാം ആക്രമിച്ചത്. പക്ഷേ എന്തുകൊണ്ട് ബ്രാഹ്മണ മതം അതിജീവിച്ചു, ബുദ്ധമതം അതിജീവിച്ചില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം വളരെ വിശദമായി ബുദ്ധമതത്തിൻ്റെ നാശം അങ്ങ് അഫ്ഗാനിസ്ഥാൻ മുതൽ ഇങ്ങ് കിഴക്കൻ ഭാരതം വരെ എങ്ങനെയാണ് ബുദ്ധമതം തകർക്കപ്പെട്ടതെന്നും ബുദ്ധമത വിശ്വാസികളെ മുഴുവൻ മതം മാറ്റി നിലനിൽക്കാൻ മതം മാറുക മാത്രമാണ് നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ എന്നും ഉള്ള കൊട്ടേഷനല്ല, അദ്ദേഹത്തിൻ്റെ പഠനങ്ങളും വിശദീകരണങ്ങളും ഉണ്ട്. എപ്പോഴെങ്കിലും കേരളമോ ഭാരതമോ അത് ചർച്ച ചെയ്തിട്ടുണ്ടോ? ബുദ്ധമത നാശത്തെക്കുറിച്ചല്ല അവർ ചർച്ച ചെയ്യാറുണ്ട്. പക്ഷേ അംബേദ്കറുടെ നിലപാട് എന്തായിരുന്നു ഈ വിഷയത്തിൽ, അംബേദ്കറുടെ ഗവേഷണം എന്തായിരുന്നു എന്ന് നമ്മൾ കേരളം വിശേഷിച്ചും ചർച്ച ചെയ്തിട്ടില്ല. മറ്റൊന്ന്, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പഠനങ്ങളിലൊന്നായിരുന്നല്ലോ പാകിസ്ഥാൻ എങ്ങനെ ഉണ്ടായി എന്നുള്ളത്. പാകിസ്ഥാൻ അഥവാ അല്ലെങ്കിൽ ഭാരത വിഭജനം
പാകിസ്ഥാൻ ഓർ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ എന്ന വളരെ വളരെ ബൃഹത്തായ പുസ്തകമുണ്ട് അദ്ദേഹത്തിൻ്റേത്. കേരളം ഭാരതം വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ടതാണ്. അദ്ദേഹത്തിനെ കുറിച്ച് അംബേദ്കറെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ വാസ്തവത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ടത് അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങളെക്കുറിച്ചാണ്. വെറുതെ ഈ ജാതി എന്ന് പറഞ്ഞിട്ട് അത് മാത്രം ചർച്ച ചെയ്താൽ പോരാ. കാരണം അതുപോലും അദ്ദേഹത്തിൻ്റെ നിലപാടിന് അനുസരിച്ചല്ല വിശദീകരിച്ചിട്ടുള്ളത്, അവതരിപ്പിച്ചിട്ടുള്ളത്. പാകിസ്ഥാൻ രൂപപ്പെട്ടു വന്നത് എങ്ങനെയാണ് എന്ന്, എത്ര കാലം കൊണ്ടാണ്, 30കളിലല്ല പാകിസ്ഥാൻ ഉണ്ടായി വന്നത്. ഒരു നൂറ്റാണ്ടോളം കാലത്ത്, അല്ലെങ്കിൽ ഒരു 3/4 നൂറ്റാണ്ട് കാലത്തെ ഇങ്ങനെ വളർന്നു വന്ന അതിൽ നിന്നാണ് പാകിസ്ഥാൻ രൂപപ്പെട്ടത്, ഒരൊറ്റ നാളുകൊണ്ടല്ല എന്ന് വിശദീകരിക്കുന്ന വളരെ ഗഹനമായ പഠനങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോന്നും എത്ര വേണമെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രമുഖമായ സംഭാവനകളെക്കുറിച്ച് പറയാൻ നമുക്ക് കഴിയും. ഈ ജാതി വിരുദ്ധ സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് അംബേദ്കറിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ സമൂഹത്തിൽ സ്ത്രീകൾക്ക് മതിയായ സാമൂഹികവും രാഷ്ട്രീയവുമായ ഒരു പ്രാതിനിധ്യം ലഭിക്കുന്നുണ്ട്. എന്താണ് താങ്കളുടെ നിരീക്ഷണം? സ്ത്രീ സമൂഹത്തെക്കുറിച്ച് അംബേദ്കർ ചെയ്ത ഒരു കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പല മഹാന്മാരും ചെയ്തിട്ടുള്ളതുപോലെ അദ്ദേഹം പറഞ്ഞത് എന്താണോ, അദ്ദേഹത്തിൻ്റെ നിലപാട് എന്താണോ അതനുസരിച്ച് അദ്ദേഹം സ്വന്തം ജീവിതത്തെയും കരുപ്പിടിപ്പിച്ചു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ സ്ത്രീ ശാക്തീകരണത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ, രണ്ടാമത്തെ ഭാര്യ പ്രത്യേകിച്ചും അതിൽ 2 ഘടകമുണ്ട്. രണ്ടാമത്തെ ഭാര്യ സവിത, അവരൊരു ബ്രാഹ്മണ സ്ത്രീയാണ്. ബ്രാഹ്മണ വിരോധിയാണെങ്കിൽ എങ്ങനെയാണ് ബ്രാഹ്മണ സ്ത്രീയെ കെട്ടുന്നത് എന്നുള്ളത് ഒന്നുണ്ട്, വിവാഹം കഴിക്കുന്നത് എന്നുള്ളതുണ്ട്. അപ്പോൾ അതൊരു വിഷയം. സ്ത്രീ ശാക്തീകരണത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ മാതൃക മഹാത്മാ ഫൂലെയായിരുന്നു. ഫൂലെയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സമൂഹത്തിൽ മാത്രമല്ല, പിന്നോക്ക സമൂഹങ്ങളിൽ മുഴുവൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ അക്ഷരം പഠിപ്പിച്ച് സാക്ഷരയാക്കി പിന്നീട് അവരെ ഉപയോഗിച്ച് സ്ത്രീകളുടെ ഇടയിൽ പ്രവർത്തിച്ച ഒരു മാതൃക മഹാത്മാ ഫൂലെയുടെ ജീവിതത്തിലുണ്ട്. അതേ മാതൃകയാണ് ഡോക്ടർ അംബേദ്കർ സ്ത്രീകളുടെ കാര്യത്തിൽ സ്വന്തം ഭാര്യയെ സാമൂഹ്യ പ്രവർത്തകയാക്കി മാറ്റുക. അവർ ഓൾറെഡി ഒരു സാമൂഹ്യ പ്രവർത്തകയായിരുന്നു. ആ പ്രവർത്തനത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹം സഹായിക്കുകയും സ്ത്രീകളുടെ സ്ത്രീ ശാക്തീകരണത്തിലൂടെ, അത് ഭാരതത്തിൻ്റെ ഒരു കാഴ്ചപ്പാടും കൂടിയാണ്. കാരണം സ്ത്രീ ശാക്തീകരണത്തിലൂടെ അല്ലാതെ സമൂഹ ശാക്തീകരണം സാധ്യമല്ല എന്നുള്ളത് ഭാരതത്തിൻ്റെ വേദകാലം മുതലുള്ള സങ്കല്പവും ആവിഷ്കാരവുമാണ്. അത് വെറുതെ എഴുതി വെക്കുക മാത്രമല്ല, ഏറ്റവും പ്രമുഖമായ ഏത് നടപടികൾ ഉണ്ടെങ്കിലും അതിൽ സ്ത്രീ ഇല്ലാതെ, പത്നി ഇല്ലാതെ ഒരു കർമ്മവും സത്കർമ്മങ്ങളൊന്നും പൂർത്തിയാവില്ലായിരുന്നു. അതുകൊണ്ട് ആ ഒരു പാരമ്പര്യത്തെ പിന്തുടർന്ന് അംബേദ്കർ സ്വന്തം ജീവിതത്തിൽ ഭാര്യ മുഖാന്തരം അത് ചെയ്തു എന്ന് മാത്രമല്ല, ഭരണഘടനയിലൂടെയും ഈ സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിനും സംരക്ഷണത്തിനും സ്വാഭിമാനത്തിനും വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ഇന്ന് സ്ത്രീ ശാക്തീകരണം, ഇപ്പോൾ വനിതാ ബില്ല് വരാൻ പോവുകയാണല്ലോ, അതിനെ എതിർക്കുന്നവരാരാ? അംബേദ്കറെ കുറിച്ച് ആവേശം കൊള്ളുന്നവരൊക്കെ സ്ത്രീ ശാക്തീകരണത്തെ എതിർക്കുകയാണ്. ആ ഭരണഘടനയെക്കുറിച്ച് വലിയ ആവേശം കൊള്ളുന്നവരെല്ലാം സ്ത്രീ ശാക്തീകരണത്തെയും വനിതാ ബില്ലിനെയും എതിർക്കാൻ പോവുകയാണ്. ഈ വനിതാ ബില്ലിനെ എതിർക്കുന്ന വേളയിൽ അംബേദ്കറുടെ ജീവിതവും അദ്ദേഹം മുന്നോട്ട് വെച്ച മാതൃകാ കുടുംബ ജീവിതവും അദ്ദേഹം അവതരിപ്പിച്ച സ്ത്രീകളുടെ തുല്യത, ഇപ്പോൾ ലോകത്തിൽ, ഞാൻ ഒരു കാര്യം കൂടെ പ്രത്യേകിച്ചെടുത്ത് പറയാം സാന്ദർഭികമായിട്ട്, ലോകത്തിൽ ഭരണഘടനയോട് കൂടി എപ്പോഴാണോ ഭരണഘടന ഉണ്ടായത് അന്നു മുതൽ സ്ത്രീകൾക്ക് തുല്യ അവകാശം കൊടുത്ത ഒരു ഭരണഘടന ലോകത്തിൽ വേറെ ഇല്ല. ഇതാരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ലോകത്തിൽ നമ്മളീ പറയുന്ന അമേരിക്കയോ ഇംഗ്ലണ്ടോ ഓസ്ട്രേലിയയോ അല്ലെങ്കിൽ വേറെ ഏത് രാജ്യം എടുത്തോളൂ, വലിയ പരിഷ്കാരികളുടെ രാജ്യമെന്ന് പറയുന്ന ഏത് രാജ്യവും എടുത്തോളൂ, അവരൊന്നും ഭരണഘടന പ്രഖ്യാപിച്ച വേളയിൽ അപൂർവതകൾ വല്ലതും ഉണ്ടോയെന്നൊന്നും ഗവേഷണം നടത്തി നോക്കണം. 99.9% എനിക്ക് ഉറപ്പാണ്, ഞാനത് പരിശോധിച്ചിട്ടുണ്ട്. ഒരു രാജ്യവും അവരുടെ ഭരണഘടന എന്നാണോ ഉണ്ടായത്, അല്ലെ സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറയുന്നത് എന്നാണോ ആ കാലത്ത് സ്ത്രീകളെ തുല്യമായിട്ട് പരിഗണിച്ചില്ല. ഭാരതത്തിൻ്റെ ഭരണഘടനയിൽ മാത്രമാണ് എപ്പോഴാണോ ഇതാ ഭരണഘടന പ്രഖ്യാപിക്കുന്നു ഇപ്പോൾ തന്നെ സ്ത്രീകളും പുരുഷന്മാരും തുല്യരാണ് എന്ന് പറയുന്ന ഒരു ഭരണഘടന പ്രഖ്യാപിച്ച അംബേദ്കറെ സ്ത്രീ എന്തു വിഷയം വന്നാലും ഭരണഘടന ഉയർത്തിക്കാട്ടുന്ന ഒരു ശീലം ഇപ്പോൾ രാഷ്ട്രീയമായി ഉണ്ട്. അപ്പോൾ അംബേദ്കർ എന്ന മഹാനുഭാവനെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി, അല്ല ഭരണഘടനയല്ല, രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി അംബേദ്കറിനെ ദുരുപയോഗം ചെയ്യുന്നുവോ, ഭരണഘടനയെ ദുരുപയോഗം ചെയ്യുന്നുവോ?
അതെ, അത് വെച്ചാൽ ഈ ഭരണഘടന എന്ന് ഇവരിങ്ങനെ വിളിച്ചു പറയുന്നതല്ലാതെ ഭരണഘടനയുടെ ഒരു കവർ പേജ് പൊക്കി കാണിക്കുക, അതിൻ്റെ ആമുഖം പിന്നെ ഫേസ്ബുക്കിലിട്ട് അഭിമാനം കൊള്ളുക, ഇതൊക്കെ ഒരുതരം തട്ടിപ്പാണ്. ഭരണഘടനയുടെ കാമ്പ് എന്ന് പറയുന്നത്, അദ്ദേഹം പറയുന്നത് ദേശമാണോ, അദ്ദേഹം ഭരണഘടനാ നിർമ്മാണ സഭയിലെ അവസാനത്തെ പ്രഖ്യാപനമുണ്ട്, നിങ്ങൾക്ക് ദേശമാണോ രാഷ്ട്രീയമാണോ പ്രധാനം എന്നൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് അദ്ദേഹം പ്രസംഗം അവസാനിപ്പിക്കുന്നുണ്ട്. എല്ലാവർക്കും രാഷ്ട്രീയവും അധികാരവുമാണ് പ്രധാനം എന്ന് കണക്കാക്കുന്നുണ്ടെങ്കിൽ നേടിയ സ്വാതന്ത്ര്യം നഷ്ടപ്പെടും, എന്നേക്കുമായി നഷ്ടപ്പെടും എന്ന് അദ്ദേഹം ഒരു പ്രവചനം പോലെ പറയുന്നുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അതീതമായി രാജ്യ താല്പര്യമാണ് നാം വച്ചു പുലർത്തേണ്ടത് എന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും അദ്ദേഹത്തിൻ്റെ ആഹ്വാനമുണ്ട്. ആരാണത് പരിഗണിക്കുന്നത്? എവിടെയാണ് ഭരണഘടന എന്നിങ്ങനെ ആവേശം കൊള്ളുന്നത്? വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. ആ ഭരണഘടന ഉപയോഗിച്ച് തന്നെ ഇപ്പോൾ അംബേദ്കർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ജാതിവാദത്തിന് വേണ്ടിയാണെന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. ഇപ്പം അങ്ങയുടെ ഈ ചോദ്യത്തിൽ ഒരു ചെറിയ സ്ഫുരണം അതിലുണ്ട്. ഭരണഘടന ഉപയോഗിക്കുന്നവർ, അംബേദ്കറെ ഉപയോഗിക്കുന്നവർ ഭരണഘടനയുടെ പേര് പറയുന്നതേ ഉള്ളൂ എന്നുള്ളത്. അംബേദ്കർ ഭരണഘടനയിൽ ഹിന്ദു എന്ന് ഇപ്പം മതപരമായിട്ടാണല്ലോ ഭരണഘടനയിൽ എഴുതി ചേർത്തിരിക്കുന്നത്. ആരെയൊക്കെയാണ് ഹിന്ദുവായിട്ട് കണക്കാക്കിയിരിക്കുന്നത്? ബുദ്ധമതം, സിഖ് മതം, വൈഷ്ണവ മതം, ഇങ്ങനെ ഭാരതീയമായ എല്ലാ മതങ്ങളെയും ചേർത്തിട്ടാണ് അംബേദ്കർ ഭരണഘടനയിൽ ഹിന്ദു ആരാണ് എന്ന് എഴുതി ചേർത്തിരിക്കുന്നത്. എന്നിട്ടും അതേ അംബേദ്കറെ ഹിന്ദു വിരുദ്ധനാണെന്ന് പ്രഖ്യാപിക്കുകയും ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നവർ ആദ്യം ചെയ്യേണ്ടത് വാസ്തവത്തിൽ അദ്ദേഹത്തിനെ ആയിരുന്നില്ലേ രാജ്യത്തിൻ്റെ, ഞാൻ പറയുന്നത് ഭാരതത്തിൻ്റെ അല്ല, ആധുനിക ഇന്ത്യയുടെ, ഇനിയിപ്പോൾ മറ്റുള്ളവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇന്ത്യയുടെ രാഷ്ട്രശില്പി എന്ന് പറയേണ്ടിയിരുന്നത് അംബേദ്കറെ അല്ലേ? അനേകം രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ മാത്രമേ ആകാൻ പാടുള്ളൂ എന്ന് ആവശ്യപ്പെട്ട ആൾക്കാർ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നു. അതങ്ങനെ ആയാൽ ഭാരതം എന്നൊരു രാജ്യമില്ലാതെയാകും, ശിഥിലമായി പോകും, സോവിയറ്റ് യൂണിയൻ പോലെ എന്ന് മുൻകൂട്ടി കണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഫെഡറേഷൻ അല്ല, വെറുതെ ഒരു ഫെഡറേഷൻ, പല രാജ്യങ്ങളുടെ ഒരു ഫെഡറേഷൻ അല്ല, നമ്മളുടെ യൂണിയൻ തന്നെയാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചത്. എന്തുകൊണ്ടാണ്? ഇത് രാജ്യമായിട്ട്, ഒറ്റ രാജ്യമായിട്ട് നിലനിൽക്കണം എന്നുള്ളത് കൊണ്ടാണ്. ആ രാജ്യത്തെ തകർക്കാൻ ഭരണഘടനയുടെ പേരുപയോഗിക്കുന്നു, അംബേദ്കറുടെ പേരുപയോഗിക്കുന്നു. ഭരണഘടനയിൽ മറ്റൊന്നുകൂടി ഞാൻ സൂചിപ്പിക്കാം, ഞാൻ മുമ്പ് പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഭരണഘടനയിൽ 22 ചിത്രങ്ങളും മുദ്രാവാക്യങ്ങളുമുണ്ട്. ഭാരത സർക്കാരിൻ്റെ, അതായത് ഭരണഘടനാ സ്ഥാപനങ്ങളുടെ മുദ്രാവാക്യങ്ങൾ, മോട്ടോ ഉണ്ട്. ഈ രണ്ട് കാര്യം വിശദീകരിക്കുന്നില്ല, താല്പര്യമുള്ളവർ ഗവേഷണം നടത്തുന്നുണ്ട്. 22 ചിത്രങ്ങളിൽ ബഹുഭൂരിപക്ഷവും വേദകാലം മുതൽ ഇതിഹാസ പുരാണ കാലം തുടങ്ങുന്ന അടക്കം ആധുനിക സ്വാതന്ത്ര്യ സമരം വരെയുള്ള ചിത്രങ്ങളാണ് അതിലുള്ളത്. അതായത് വൈദിക ചിത്രീകരണങ്ങളുണ്ട്, വേദകാലത്തെ ചിത്രങ്ങളുണ്ട്, രാമൻ്റെയും കൃഷ്ണൻ്റെയും ഒക്കെ ചിത്രങ്ങളുണ്ട്, ഗുരുകുലമുണ്ട്, ബുദ്ധനുണ്ട്, ബുദ്ധൻ്റെ വിഹാരങ്ങളുടെ ചിത്രങ്ങളുണ്ട്. ഇതെല്ലാം അതുപോലെ ഇതുമായി അനുബന്ധമായ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. അതായത് ഇന്നത്തെ കാലത്ത് രാഷ്ട്രീയമായി ഭരണഘടനയെ അംബേദ്കറിനെ ദുരുപയോഗം ചെയ്യുമ്പോൾ, പഴയ കാലത്തേക്കൊന്ന് പോയാൽ നെഹ്റു കുടുംബം എല്ലാ കാലത്തും അംബേദ്കറോട് കാണിച്ചത് എന്താണ്? ഭാരതരത്ന പോലും കിട്ടിയത് ഏറെ വൈകിയാണല്ലോ. ഏറെ വൈകി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കാലശേഷം. അവിടെയാണ് ഞാൻ മുമ്പേ പറയാൻ വിട്ടുപോയ ഒന്ന്, ആധുനിക രാഷ്ട്രശില്പി, ഇനി രാഷ്ട്രപിതാവ് എന്ന് ഗാന്ധിജിയെ പറയുമ്പോൾ അതേ സമയത്ത് ഇപ്പുറത്ത് മറ്റൊരു പേര് കൊടുത്ത അംബേദ്കറെ ശാശ്വതീകരിക്കേണ്ടതായിരുന്നു. ആധുനിക ഭാരതത്തിൻ്റെ രാഷ്ട്രശില്പി എന്ന് പ്രഖ്യാപിക്കേണ്ടതായിരുന്നു. നെഹ്റു കുടുംബം എങ്ങനെയാണോ സുഭാഷ് ചന്ദ്രബോസിനെ വേട്ടയാടിയത്, എങ്ങനെയാണോ സവർക്കറെ വേട്ടയാടിയത്, അതുപോലെ വേട്ടയാടപ്പെട്ട, നെഹ്റു കുടുംബത്തിനാൽ വേട്ടയാടപ്പെട്ട ഒരാളാണ് ഡോക്ടർ അംബേദ്കർ. അദ്ദേഹത്തിനെ നിയമമന്ത്രി ആക്കിയില്ല, അദ്ദേഹത്തിന് ധനകാര്യമന്ത്രിയാക്കാമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗവേഷണം സാമ്പത്തിക മേഖലയായിരുന്നു. ഒരു മുഖ്യമായ സ്ഥാനം കൊടുത്തില്ല എന്ന് മാത്രമല്ല, പുകച്ച് പുറത്ത് ചാടിച്ചു.
അദ്ദേഹം രാജിവെച്ചത് രാജ്യ താല്പര്യത്തെ മുൻനിർത്തിയായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് എല്ലാ അർത്ഥത്തിലും പാർലമെൻറ്റിൽ വരാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ ഗൂഢാലോചനകളും നടത്തി അദ്ദേഹത്തിനെ പരാജയപ്പെടുത്തുകയും ചെയ്തു. അദ്ദേഹത്തിന് ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ കാലം വരെ, ആരോഗ്യമുള്ള അത്രയും കാലം ഭാരതത്തിൻ്റെ ഈ പാർലമെൻറ്റിൽ അദ്ദേഹത്തിനെ ഒരു മുത്തുപോലെ സൂക്ഷിച്ച് അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കേണ്ടതായിരുന്നു ജവഹർലാൽ നെഹ്റുവും നെഹ്റു കുടുംബവും. അത് ചെയ്തില്ല എന്ന് മാത്രമല്ല, അവഹേളിക്കുകയും പാർശ്വവൽക്കരിക്കുകയും ചെയ്ത് അദ്ദേഹത്തിനെ പുകച്ച് പുറത്ത് ചാടിച്ച് അദ്ദേഹത്തിന് നെഹ്റു കുടുംബം എഴുതിയെടുത്തല്ലോ, സ്വന്തമായിട്ട് ജവഹർലാൽ നെഹ്റു ഭാരതരത്നം എഴുതിയെടുത്തു, ഇന്ദിരാഗാന്ധി സ്വയം ഒപ്പിട്ട് എഴുതിയെടുത്തു. എന്തുകൊണ്ട് അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ ഭാരതരത്നം കൊടുത്തില്ല? ഒന്നാമത്തേത് കൊടുത്തില്ല, വേണ്ട രണ്ടാമത്തതോ മൂന്നാമത്തതോ. അദ്ദേഹത്തിനോളം ഭാരതത്തിൻ്റെ തനി തങ്കം രത്നം എന്ന് കണക്കാക്കാമായിരുന്ന ആധുനിക ഇന്ത്യയിൽ വേറെ ആരാ ഉണ്ടായിരുന്നത് ജീവിച്ചിരുന്നവരിൽ? അത് ചെയ്യാതിരുന്നത് അത് മനഃപൂർവ്വമാണ്. ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒന്ന് ചെയ്താൽ, അദ്ദേഹത്തിനെ ആദരിച്ചാൽ, അംഗീകരിച്ചാൽ, ഭാരതത്തിൻ്റെ രത്നമാണ് എന്ന് പ്രഖ്യാപിച്ചാൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ജീവിതം ചർച്ച ചെയ്യപ്പെടും, അദ്ദേഹത്തിൻ്റെ സംഭാവന ചർച്ച ചെയ്യപ്പെടും, അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ശാശ്വതീകരിക്കപ്പെടും. അത് ലോകം മനസ്സിലാക്കും. അങ്ങനെ ലോകം മനസ്സിലാക്കാതിരിക്കാൻ അംബേദ്കറെ തമസ്കരിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു നെഹ്റു കുടുംബത്തിൻ്റെ ഒരേ ഒരു മാർഗം. ആ തമസ്കരണത്തിലൂടെ, ആ തിരസ്കരണത്തിലൂടെ അംബേദ്കറെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലേക്ക് ഒരു വാക്കുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 1973 ശ്രീമതി ഇന്ദിരാഗാന്ധി ഒരു സാധനം തയ്യാറാക്കി, ചരിത്രകാരന്മാരെന്ന് പറയുന്ന പാർശ്വവർത്തികളെ കൊണ്ടൊരു സാധനം ഉണ്ടാക്കി ചെങ്കോട്ടയിൽ കുഴിച്ചിട്ടു. ടൈം ക്യാപ്സൂൾ എന്ന് പറയുന്ന ഒരു സാധനം കുഴിച്ചിട്ട്, ചെമ്പ് ചുരുളുകൾ. അതിനകത്ത് എഴുതി വെച്ചിരുന്നത് ആധുനിക ഇന്ത്യയുടെ ശില്പികൾ ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും എന്നായിരുന്നു എഴുതി വെച്ചിരുന്നത്. 1000 കൊല്ലം കഴിയുമ്പോൾ അന്നത്തെ ഭാരതത്തിൻ്റെ തലമുറയ്ക്ക് പഠിക്കാൻ വേണ്ടി. അതിൽ അംബേദ്കറുടെ പേര് എഴുതണമെന്ന് തോന്നിയില്ലല്ലോ. അത്രമാത്രം നികൃഷ്ടമായി അംബേദ്കറെ തിരസ്കരിച്ചവരാണ് നെഹ്റു കുടുംബവും കോൺഗ്രസും. അദ്ദേഹത്തിന് ഈ പാകിസ്ഥാനെ കുറിച്ച് അംബേദ്കറിന് കൃത്യമായ വാക്കുകൾ ഉണ്ടായിരുന്നു. പാകിസ്ഥാൻ അഥവാ സമ്പൂർണ്ണ ജനസംഖ്യാ കൈമാറ്റം, അതിനെക്കുറിച്ച് കൂടി. അത് അദ്ദേഹം ഈ പാകിസ്ഥാൻ എന്നുള്ളത് അദ്ദേഹം പറഞ്ഞത് അത് അനിവാര്യമാണെങ്കിൽ വിഭജനമാണ് നല്ലത്. അദ്ദേഹം ഉപയോഗിച്ച വാക്കതാണ്. കാരണം ഇനി രണ്ടു കൂട്ടർക്കും ഒന്നിച്ച് ജീവിക്കാൻ കഴിയില്ല എന്നാണ് ബോധ്യപ്പെടുന്നതെങ്കിൽ, അതാണല്ലോ ബോധ്യപ്പെട്ടത്, അതുകൊണ്ടാണല്ലോ വിഭജനം സമ്മതിച്ചത്. അങ്ങനെയാണെങ്കിൽ വിഭജനം തന്നെയാണ് നല്ലത്. ഒപ്പം ജനസംഖ്യാ കൈമാറ്റം, രണ്ട് സർക്കാരുകളുടെയും നേതൃത്വത്തിൽ ജനസംഖ്യാ കൈമാറ്റം ഉണ്ടാകണം. അല്ലെങ്കിൽ കൂട്ടക്കൊലയും രക്തപ്പുഴ ഒഴുകലും ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ഒരിക്കലും പൊരുത്തപ്പെട്ട് ഈ മറ്റ് അമുസ്ലിങ്ങളോടൊത്ത് കഴിയാൻ തങ്ങൾക്ക് കഴിയില്ല എന്ന് മുസ്ലിം സമൂഹം പ്രഖ്യാപിച്ചിരിക്കെ, മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ചിരിക്കെ, ഇനി ശേഷിക്കുന്ന കാലം സമാധാനപരമായി ജീവിക്കാൻ ഈ ജനസംഖ്യ കൈമാറ്റത്തിലൂടെ, ട്രാൻസാക്ഷനിലൂടെ രണ്ട് രാജ്യങ്ങളും സ്വതന്ത്ര രാജ്യങ്ങളായി മാറുകയാണ് നല്ലത്. അതല്ലെങ്കിൽ എല്ലാ കാലവും സമാധാന ഭഞ്ജനമായിരിക്കും ഉണ്ടാവുക, എല്ലാ കാലവും അസ്വസ്ഥതയായിരിക്കും ഉണ്ടാവുക, എല്ലാ കാലവും സംഘർഷമായിരിക്കും ഉണ്ടാവുക എന്ന് 1500 വെറുതെ അദ്ദേഹം അങ്ങ് പറയുകയായിരുന്നില്ല. 1500 വർഷക്കാലത്തെ ചരിത്രത്തെ അദ്ദേഹം ഈ പാകിസ്ഥാൻ അല്ലെങ്കിൽ ഇന്ത്യ വിഭജനം എന്ന പുസ്തകത്തിൽ വിശദീകരിക്കുന്നുണ്ട്. എന്നും ഏത് കാലം മുതലാണ് ഇത്? തൽക്കാലത്തേക്കല്ല, എപ്പോഴാണോ ഈ മതപരിവർത്തനം ഉണ്ടായത് അക്കാലം മുതൽ 47 വരെയുള്ള അനുഭവം അദ്ദേഹം വിശദീകരിച്ചിട്ട്, ചരിത്രം വിശദീകരിച്ചിട്ട്, ലോക ചരിത്രം വിശദീകരിച്ചിട്ട് അദ്ദേഹം പറയുന്നു, ഇസ്ലാമിൻ്റെ ചരിത്രം വിശദീകരിച്ചിട്ട് അദ്ദേഹം പറയുന്നത്, ഏറ്റവും സുഖകരമായ വിഭജനം എന്ന് പറയുന്നത്, സംഘർഷരഹിതമായ വിഭജനം എന്ന് പറയുന്നത്, നിവൃത്തിയില്ലായ്മ കൊണ്ട് രണ്ടാക്കുക, ഇന്ത്യയും പാകിസ്ഥാനും എന്ന് രണ്ടാക്കുക, അതിലൂടെ ജനസംഖ്യാ കൈമാറ്റത്തിലൂടെ ശാശ്വതമായ സമാധാനം, മതസംഘർഷത്തിൽ നിന്ന് ശാശ്വതമായ മോചനം എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അതും കേട്ടില്ല. അങ്ങനെ പറഞ്ഞ വേറെ 1-2 പേരും കൂടി ഉണ്ടായിരുന്നു. അതേ അഭിപ്രായം തന്നെയായിരുന്നു സർദാർ പട്ടേലിനുണ്ടായിരുന്നത്. അതും കേട്ടില്ല. അപ്പം അംബേദ്കറെ ആ നിലയിൽ പോലും വകവെച്ചില്ല. നിർണായക ഘട്ടങ്ങളിൽ അംബേദ്കറുടെ വാക്കുകളെ
വകവെച്ചില്ല. ഒറ്റ നാടൻ വാക്കിൽ പറഞ്ഞാൽ വകവെച്ചില്ല എന്നുള്ളതാണ്. അംബേദ്കറെ വകവെച്ചില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിനോട് ചെയ്ത ഏറ്റവും വലിയ നീതികേട്. അതിനിയെങ്കിലും തിരുത്താൻ, ഈ കാലം ഇത്രയും ആയിട്ട്, ഈ 3/4 നൂറ്റാണ്ട് കഴിഞ്ഞല്ലോ സ്വാതന്ത്ര്യം കിട്ടിയിട്ട്, ഇനിയെങ്കിലും അത് തിരുത്താൻ അദ്ദേഹം സ്വാതന്ത്ര്യ അനന്തരം ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം. സ്വാതന്ത്ര്യ അനന്തരം അദ്ദേഹത്തിൻ്റേതെന്ന് പറയുന്ന പിന്നേക്ക സമുദായങ്ങളോട് അദ്ദേഹം പറഞ്ഞു, ഇതുവരെ നമ്മൾ നമ്മുടെ ജാതിയെക്കുറിച്ച് മാത്രമാണ് ചിന്തിച്ചത്, മേലിൽ അങ്ങനെ ആവരുത്, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഇനി മറ്റിതര ജനസമൂഹങ്ങളോട് പൊരുത്തപ്പെട്ട് ഒന്നിച്ചു മുന്നേറാൻ വേണ്ടിയുള്ള ചിന്തകളും ആലോചനകളും തീരുമാനങ്ങളും കൂടി നമ്മൾക്കുണ്ടാക്കേണ്ടതുണ്ട്. നമ്മൾ ഇനി ജാതിസ്പർദ്ധ വളർത്തി സംഘർഷമുണ്ടാക്കുകയല്ല വേണ്ടത് എന്നും അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ എല്ലാ അർത്ഥത്തിലും ഒരു രാജ്യത്തിൻ്റെ സുരക്ഷ, രാജ്യത്തിൻ്റെ ഐക്യം, സമാധാനം, പുരോഗതി, അതുമാത്രമല്ല ചരിത്രപരമായ പാഠങ്ങൾ, ഇതെല്ലാം ചൂണ്ടിക്കാണിച്ച ഒരു മഹാമനുഷ്യനെ. സുരേന്ദ്രൻ, ഈ ഭരണഘടനയെ വെറുക്കുന്നത് രണ്ട് കൂട്ടരാണ്. ഒന്ന് കമ്മ്യൂണിസ്റ്റുകളും, രണ്ട് സോഷ്യലിസ്റ്റുകളും. എന്തുകൊണ്ട് അവർ ഭരണഘടനയ്ക്കെതിരാകുന്നു എന്നതിനുത്തരം അംബേദ്കർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൂടി പറഞ്ഞ് അങ്ങേക്ക് അവസാനിപ്പിക്കാം. അംബേദ്കർ അതിനെക്കുറിച്ച് പറഞ്ഞത് കമ്മ്യൂണിസം, അദ്ദേഹം ഉപയോഗിച്ച വാക്കിത, വയറിൻ്റെ മാത്രം കാര്യം പറയുന്നവരോട് എനിക്ക് യോജിപ്പില്ല. വയറ് മാത്രമല്ല ഒരു മനുഷ്യൻ്റെ പ്രശ്നം. അതുകൊണ്ട് കമ്മ്യൂണിസം വന്നാൽ എൻ്റെ ആൾക്കാർ കമ്മ്യൂണിസത്തിൽ പോകാതിരിക്കാനാണ് ഞാൻ അവരെ ബുദ്ധമതത്തിലേക്ക് നയിച്ചത് എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കമ്മ്യൂണിസം എന്ന് പറയുന്നത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ അരാജകത്വം സൃഷ്ടിക്കുന്ന ഒന്നാണ്. അവർ ഒരിക്കലും സമൂഹത്തിനെ പുരോഗതിയിലേക്ക് നയിക്കാൻ പ്രാപ്തമായ ദർശനമല്ല, ഒരു വീക്ഷണമല്ല കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും കമ്മ്യൂണിസവും സോഷ്യലിസവും വന്നാൽ ജനങ്ങൾക്ക് തുല്യതയോ ജനങ്ങൾക്ക് പുരോഗതിയോ അവരുടെ സാംസ്കാരികമായ ഔന്നത്യമോ ഉണ്ടാക്കുക സാധ്യമല്ല. കാരണം അവർ അതിനെതിരാണ്. അത്തരമൊരു അരാജകവാദ സമൂഹമായിരിക്കും കമ്മ്യൂണിസമോ സോഷ്യലിസമോ വന്നാൽ സൃഷ്ടിക്കപ്പെടുക എന്നുള്ളത് ലോകാനുഭവങ്ങളുടെ, ചരിത്രാനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് അദ്ദേഹം അങ്ങനെ വിലയിരുത്താൻ കാരണം. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് കമ്മ്യൂണിസവും സോഷ്യലിസവും, പ്രത്യേകിച്ച് കമ്മ്യൂണിസം എന്നുള്ളതിനോട് ഒരു കാരണവശാലും, ഇനി സോഷ്യലിസം എന്നുള്ളതൊരു അമൂർത്തമായ ഒരാശയം മാത്രമാണ്, അതിനൊരു ആവിഷ്കാരമില്ല. കമ്മ്യൂണിസമാണ് ലോകത്തിൽ ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നത്. ആ കമ്മ്യൂണിസം പഠിപ്പിച്ചിരിക്കുന്നത് അരാജകവാദവും പുരോഗമന വിരുദ്ധവുമായ സംഘർഷപൂരിതമായ ഒരവസ്ഥയായിരിക്കും ലോകത്ത് സൃഷ്ടിക്കുക, ഭാരതത്തിൽ സൃഷ്ടിക്കുക. അതുകൊണ്ട് ജനങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആകാതിരിക്കാനും നോക്കേണ്ടതുണ്ട്. കമ്മ്യൂണിസത്തിലൂടെ ഭാരതത്തെ തകർക്കാതിരിക്കേണ്ടതുണ്ട്. കമ്മ്യൂണിസം ലോക സമൂഹത്തിന് തന്നെ, ഭാരതത്തിൻ്റെ സാംസ്കാരിക ജീവിതത്തിനും ഐക്യത്തിനും എതിരായിരിക്കും. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ഭരണം ഒരു കാരണവശാലും നമുക്ക് യോജിച്ചതല്ല എന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്, എഴുതി വച്ചിട്ടുമുണ്ട്. ശരി, വളരെയധികം നന്ദി ശ്രീ കാഭ സുരേന്ദ്രൻ. അംബേദ്കർ ജയന്തി ദിനത്തിൽ അദ്ദേഹത്തെ അനുസ്മരിച്ചതിന്, അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓർത്തെടുത്തതിന്, അദ്ദേഹത്തിന് ഈ കാലത്ത് എന്തു പ്രാധാന്യം എന്ന് പറഞ്ഞതിന് ഒരുപാട് നന്ദി. പുത്തൻ പുലരിയിൽ അതിഥിയായി എത്തിയത്